ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഇൻഡിഗോ എയർലൈൻസിന്റെ വേക്കൻസി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പൊ ഇൻഡിഗോ എയർലൈൻസ് എല്ലാ മാസങ്ങളിലും ഈ വേക്കൻസി അവർ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് അതിനു മാത്രം റിക്വയർമെന്റ് ഉണ്ട്. ഇതിനു മുന്നേ വന്ന ഒരുപാട് വേക്കൻസികൾ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യവും കുറവല്ല, ഒരുപാട് വേക്കൻസി ഉണ്ട്. പ്രത്യേകിച്ച് ചെന്നൈയിലുണ്ട്, ബാംഗ്ലൂരിലുണ്ട്, ഹൈദരാബാദിലുണ്ട്, ഗോവയിലുണ്ട്. ഇതൊക്കെ നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളിലാണ് ഇതൊക്കെയുള്ളത്. നിങ്ങൾക്ക് അവിടെ ഒരു ഇൻഡിഗോയിൽ ഇപ്പൊ ചെന്നൈയിൽ ജോലി കിട്ടി, അല്ലെങ്കിൽ ഹൈദരാബാദിൽ കിട്ടി, അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ കിട്ടി, ഗോവയിൽ കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിന്ന് അധികം ദൂരമില്ലാത്ത സ്ഥലങ്ങളാണ്. അവിടെ പോയി വർക്ക് ചെയ്യുക, ഇൻഡിഗോയിൽ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വളരെ നല്ല കാര്യമാണ്. അത് കണക്ക് തന്നെ ഇതിനു മുന്നേ ഞാൻ 2 വീഡിയോ ചെയ്തിരുന്നു. ഇവരുടെ എല്ലാ മാസവും ഇവർ വേക്കൻസി റിക്വയർമെന്റ് ഇതിനകത്ത് പബ്ലിഷ് ചെയ്യും. അതിന്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പം ഞാൻ ഇതിനു മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ഈ ലിങ്ക് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ട് ഞാൻ വീഡിയോയുടെ താഴെ ഇത് അപ്ലൈ ലിങ്ക് ഉണ്ട്. ആ അപ്ലൈ ലിങ്ക് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഇടയ്ക്ക് അത് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇപ്പൊ പുതിയ വേക്കൻസി വന്നിട്ടുണ്ടോ എന്ന്. അപ്പം ഇത് നിങ്ങൾക്ക് ആ വേക്കൻസിയിൽ പോയി നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ താഴെ ഈ കാണുന്ന വേക്കൻസികൾ ഇവിടെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഞാൻ തരുന്ന അപ്ലൈ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ പേജിലേക്കാണ് വരുന്നത്. ഇവിടെ ഇൻഡിഗോ ഉണ്ട്, ഹോമ, ഇൻഡിഗോ ആവിയേറ്റ് ലിമിറ്റഡ് ഉണ്ട്, സെർച്ച് റിസൾട്ട് പോകുന്നുണ്ട്. എന്നിട്ട് ഇവിടെ സെർച്ച് ചെയ്യാനുള്ള നിങ്ങൾക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ, അതായത് നമുക്ക് ഇവർ തന്നിരിക്കുന്ന ആ ഡീറ്റെയിലിനെ പറ്റി നമുക്ക് നല്ല ഗ്രാഹ്യമില്ലെങ്കിൽ നമ്മൾ ഇവിടെ സെർച്ച് വൈ കീബോർഡ് നമ്മൾ കൊടുക്കുന്നത് ശരിയായിരിക്കത്തില്ല, അല്ലെങ്കിൽ സെർച്ച് വൈ ലൊക്കേഷൻ നമ്മൾ കൊടുക്കുന്നത് ശരിയായിരിക്കത്തില്ല. ഷോ മോർ ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ കൊടുക്കുന്നത് ശരിയാകാതിരിക്കുകയാണെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇത് കിട്ടത്തില്ല, റിസൾട്ട് കിട്ടത്തില്ല. അവിടെ നോട്ട് ഫൗണ്ട് എന്നേ കാണിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ 2 കോളങ്ങളിൽ ഒന്നും എഴുതാതിരിക്കുക. സെർച്ച് ക്ലിക്ക് ചെയ്യുക. സെർച്ച് ക്ലിക്ക് ചെയ്തിട്ട് താഴെ തീർച്ചയായിട്ടും വന്നിരിക്കും. കാര്യം ഇവിടെ നിങ്ങൾ കണ്ടോ, 12 ഏപ്രിൽ ഇത് ഇന്നലെ ഇത് പബ്ലിഷ് ചെയ്തതാണ് ഈ വേക്കൻസി. ഓഫീസർ AO ആൻഡ് CS ഇവരുടെ. അപ്പൊ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഈ ഒരു ഇൻഡിഗോയുടെ ഈ ഒരു ഓഫീസർ AO ആൻഡ് CS റാമ്പ് എന്നൊക്കെ പറയുന്നത് എനിക്കും അത്ര അറിവില്ല, ഒരുപക്ഷെ നിങ്ങൾക്കും അറിയത്തില്ലായിരിക്കും. പക്ഷെ നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ പോയി വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഓഫീസർ AO ആൻഡ് CS റാമ്പ് KJB എന്ന് എഴുതുമ്പോഴത്തേക്ക് അവിടെ കറക്റ്റായിട്ട് അതിന്റെ കാണിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ഒരു യോഗ്യതയ്ക്കുള്ളതാണെന്ന്. അല്ലെങ്കിൽ തന്നെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ അറിയാൻ പറ്റും ഏതൊക്കെ വേക്കൻസികളാണ്, അല്ലെങ്കിൽ ഏതൊരു കാറ്റഗറി വരുന്നതായിരിക്കും. ചിലപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് വേക്കൻസി ആയിരിക്കും, പക്ഷെ അവരുടെ ആ ഒരു ഡിസിഗ്നേഷൻ, ഇൻഡിഗോ എയർലൈൻസിന്റെ ആ ഒരു ഡിസിഗ്നേഷൻ വേറൊരു തരത്തിലാണ്. അപ്പൊ ഇതിനു മുന്നേയും കഴിഞ്ഞ 2 മാസങ്ങളിൽ വന്ന വേക്കൻസി എനിക്ക് നോട്ടിഫിക്കേഷൻ വന്ന് ഞാൻ അതിന്റെ വേക്കൻസി ഞാൻ പബ്ലിഷ് ചെയ്തായിരുന്നു. ഒരുപാട് പേർക്ക് പ്രയോജനം ചെയ്ത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. കാര്യം ഞാൻ പബ്ലിഷ് ചെയ്ത ഈ ഒരു ഇൻഡിഗോയുടെ ഈ വേക്കൻസിയിലൂടെ ഒരുപാട് പേർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അവരുടെ എല്ലാം എനിക്ക് ഫോൺ വന്നിട്ടില്ല, പക്ഷെ മെസ്സേജ് ചെയ്തായിരുന്നു. അപ്പം വളരെ നല്ലൊരു, ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇല്ലെന്ന് വെച്ച് നിങ്ങൾ മടിക്കരുത്. ഇൻഡിഗോ ഇല്ലാത്ത സ്ഥലങ്ങളില്ല. ഞാൻ പറയാതെ തന്നെ ഇൻഡിഗോയെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇൻഡിഗോയെ പറ്റി അറിയാം. അപ്പം ഇൻഡിഗോയിൽ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ തീർച്ചയായിട്ടും വിനിയോഗിച്ചിരിക്കണം. ഈ കുണ്ണൂരിലുണ്ട്, ഇത് ബാംഗ്ലൂര്, ഇവിടെ ലൊക്കേഷനാണ് കാണിക്കുന്നത്. ഇവിടെ ഓരോന്ന് പറയുന്നുണ്ട്, ടൈറ്റില്, ജോബ് പോസ്റ്റിംഗ്, സ്റ്റാർട്ട് ഡേറ്റ് ഇവിടെ എല്ലാം 12, 11, 11, 10 എന്നൊക്കെയുള്ളതാണ് കാണിക്കുന്നത്. അപ്പം ഒരു പ്രത്യേക കാര്യം പറഞ്ഞോട്ടെ, ഇവിടെ 46 വേക്കൻസികളാണ് ഇവിടെ പറയുന്നത്. ഇത് പല സ്ഥലങ്ങളിലെയാണ്, 46 അല്ല, ഇതിനെക്കാട്ടി കൂടുതലുണ്ട്. അപ്പം റിസൾട്ട് 1 തൊട്ട് 10 വരെയുള്ള ഒരു റിസൾട്ടാണ് ഒരു പേജിൽ കാണിക്കുന്നത്. ഇവിടെ ഓരോ പേജ് 1, 2, 3, 4, 5 പേജ് ഉണ്ട് ഇവിടെ. അപ്പൊ നിങ്ങൾ ഓരോ പേജും നോക്കണം. ഇപ്പൊ ഫസ്റ്റ് പേജിൽ വന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ ഒരു വേക്കൻസി ഉണ്ട്. അത് നിങ്ങൾ വിചാരിക്കുക ഇതെനിക്ക് ചേർന്നതല്ല. വീണ്ടും ബാംഗ്ലൂർ വരുന്നുണ്ട്, രാജ്കോട്ടുണ്ട്, അഹമ്മദാബാദ് ഉണ്ട്. ഇന്ത്യ എന്ന് കാണുന്നിടത്ത് ഇന്ത്യ, അത് നമ്മുടെ കൊച്ചിയിലും കാണും. കാര്യം ആൾ ഓവർ ഇന്ത്യയുടെ ഇന്ത്യ എന്ന് വരുന്നത്. ഇത് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറുടെ ഇന്ത്യ ഇന്നെന്നാ കാണിക്കുന്നത്. അതായത് ആൾ ഓവർ ഇന്ത്യയുടെ വേക്കൻസിയാണ്. ഇപ്പം എനിക്കിപ്പോ ഈ ഒരു പേജിൽ എനിക്ക് പറ്റിയ വേക്കൻസി ഇല്ല. ഞാൻ പിന്നെ 2ാമത്തെ പേജിൽ പോയി.
രണ്ടാമത്തെ പേജിൽ പോയി അവിടെ നിങ്ങൾ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്യേണ്ട. രണ്ടാമത്തെ പേജിൽ അത് വന്ന് ഇതും 11 ഏപ്രിലിലായി അസോസിയേറ്റ് ഡയറക്ടറിന്റെ ഉണ്ട്, എക്സിക്യൂട്ടീവിന്റെ ഉണ്ട്, ഗുർഗാവ് ഉണ്ട്, മുംബൈ ഉണ്ട്, ഗോവയിൽ 2 സ്ഥലങ്ങളിൽ ഗോവയുടെ 2 വേക്കൻസികൾ കാണിക്കുന്നുണ്ട്. 2 വേക്കൻസികളല്ല, 2 പർട്ടിക്കുലർ വേക്കൻസികൾ. അതായത് എക്സിക്യൂട്ടീവ് AOCS ഇൻ ദ റോൾ ഓഫ് കസ്റ്റമർ സർവീസ് ഇത് വരുന്നുണ്ട്, ഗോഹാട്ടി വരുന്നുണ്ട്. അപ്പൊ ഇവിടെ എനിക്ക് പറ്റിയതില്ല. ഞാൻ 3-ാമത്തെ പേജിൽ പോയി. ഇവിടെ 3-ാമത്തെ പേജിൽ വന്ന് 3-ാമത്തെ പേജിലെ വേക്കൻസികൾ വന്ന് ആഗ്ര ഉണ്ട്, ഗുർഗാവ് ഉണ്ട്, ചെന്നൈയുടെ ഒരുപാട് വേക്കൻസികളുണ്ട്, ഹൈദരാബാദ് ഉണ്ട്, ഗോവ ഉണ്ട്, ഹൈദരാബാദ് ഉണ്ട്. വീണ്ടും ഇവിടെ എനിക്ക് പറ്റിയതില്ലെന്ന് കണ്ടു. ഞാൻ 4-ാമത്തെ പേജിൽ പോയി. ചെന്നൈയിലുള്ള ഒരുപാട് വേക്കൻസികളുണ്ട്. അപ്പം ആരും ഇത് മിസ്സാക്കരുത്, നിങ്ങൾ അപ്ലൈ ചെയ്യണം. അപ്പൊ ഈ 5-ാം പേജ് ഞാൻ തുറന്ന് ഇവിടെയും വേക്കൻസികളുണ്ട്. അപ്പൊ ഇനി ഞാൻ വിചാരിക്കുക എനിക്ക് ഇവിടെയും കിട്ടിയില്ല. ഞാൻ 3-ാമത്തെ പേജിൽ പോയി ഒന്നുകൂടെ ചെക്ക് ചെയ്ത് ഞാൻ 3-ാമത്തെ പേജിൽ എനിക്ക് പറ്റിയ വേക്കൻസി ഉണ്ടോ എന്ന് നോക്കി. ഇപ്പൊ ചെന്നൈയിലെ ഒരു വേക്കൻസി സീനിയർ എക്സിക്യൂട്ടീവിന്റെ കണ്ട്, ചെന്നൈയിലെ പിന്നെ ഓഫീസർ AO ആൻഡ് CS കണ്ടു. ഇവിടെ പറയുന്നുണ്ട് ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് പോസ്റ്റിംഗ് സ്റ്റാർട്ട് ഡേറ്റ് 7 ഏപ്രിൽ പറയുന്നുണ്ട്. ലൊക്കേഷൻ ചെന്നൈ ആണ്. ഇന്റർഗ്ലോബ് ആവിയേഷൻ ലിമിറ്റഡ് ആണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇവിടെ പറയുന്നുണ്ട്. ഫോർ എനി എക്സ്പീരിയൻസ് ഓഫ് 1 ഇയർ നോൺ അവിയേഷൻ സർവീസ് ഇൻഡസ്ട്രി ഓർ അവിയേഷൻ ഇൻഡസ്ട്രി. ഏവിയേഷൻ ഇൻഡസ്ട്രി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻഡസ്ട്രി ആയിക്കോട്ടെ, 1 വർഷത്തെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ്. നിങ്ങൾ 12th പാസ്സായിരിക്കണം, നിങ്ങൾക്കുണ്ടായിരിക്കണം. അതുകൂടാതെ ഗ്രാജുവേറ്റ് ഈസ് മണ്ടേറ്ററി ഫോർ പ്രഷർ ആൻഡ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഈസ് എസെൻഷ്യൽ. നിങ്ങൾ ഒരു പ്രഷറിന് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഗ്രാജുവേറ്റ് ആയവർക്ക് പ്രഷർ കാൻഡിഡേറ്റിന് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. പ്ലസ് അതായത് 10+ പാസ്സായവർക്കും അത് കൂടാതെ 1 ഇയർ എക്സ്പീരിയൻസ് ഏതെങ്കിലും കാര്യത്തിലായിക്കോട്ടെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഗ്രാജുവേറ്റ് ഫോർ പ്രഷർ ആൻഡ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഈസ് എസെൻഷ്യൽ. അതായത് പ്രഷർ ആയിക്കോട്ടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, പക്ഷെ നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടായി. കാൻഡിഡേറ്റ് ഷുഡ് നോട്ട് ഹാവ് എനി വിസിബിൾ ടാറ്റു. നിങ്ങളുടെ കയ്യിൽ ടാറ്റൂസ് അടിച്ച് കാണരുത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാ പറയുന്നത്. ഇവിടെ നിങ്ങൾ വായിച്ചു നോക്കണം. വീണ്ടും താഴെ പറയുന്നു ജോബ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഓരോന്നും നിങ്ങൾ വായിച്ചു നോക്കണം. ജോബ് ഡിസ്ക്രിപ്ഷൻ പറയുന്നുണ്ട്, അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നുണ്ട്. ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫീസർ AOS ഇൻ ദ റോൾ ഓഫ് റാമ്പ് അത് പറയുന്നുണ്ട്. ഇതെല്ലാം വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അവരുടെ ആ ഒരു ഡിസിഗ്നേഷന്റെ ലാംഗ്വേജ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും ഇത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് നിങ്ങളുടെ യോഗ്യതയ്ക്ക് പറ്റിയതാണോ എന്ന്. അവിടെ നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ നേരത്തെ ഇതിനകത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ 1 പ്രാവശ്യം ചെയ്ത് 2 പ്രാവശ്യം ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് കരുതി നിങ്ങൾ മടിച്ചു നിൽക്കരുത്. നിങ്ങൾ അപ്ലൈ ചെയ്യണം. വരുന്ന വേക്കൻസി എല്ലാം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് നിർബന്ധമായിട്ട്. നിങ്ങൾ ഒരു ജോബ് സീക്കർ ആണെങ്കിൽ, അതോ ജോബ് നോക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. ഇവിടെ ഞാൻ എൻ്റെ ഇമെയിൽ ID നേരത്തെ കൊടുത്ത് ഇവിടെ ഞാൻ പാസ്വേഡ് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ പാസ്വേഡ് കൊടുത്ത് സൈനിൽ ക്ലിക്ക് ചെയ്ത് അപ്പൊ അതിന്റെ അപ്ലൈ മോഡിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ പറയുന്നുണ്ട് ഡിയർ കാൻഡിഡേറ്റ്, താങ്ക് യു ഫോർ യുവർ ഇൻട്രസ്റ്റ് ഇൻ യുവർ കമ്പനി. ഇൻ ദിസ് സെക്ഷൻ യു ഹാവ് ദ പോസിബിലിറ്റി ടു ആഡ് മോർ ഡീറ്റെയിൽ അബൌട്ട് യുവർ പ്രൊഫൈൽ. ഇവിടെ പ്രൊഫൈലിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറയേണ്ടി വരും. Please be aware that if you have applied to a specific opening, the information you provide here is available to the reviews of your application. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ റിവ്യൂ ചെയ്യാം. ഇഫ് യു ഡി നോട്ട് ഫൈൻഡ് എനി സ്പെസിഫിക് ഓപ്ഷൻ പൊസിഷൻ നൗ, ഇഫ് യു വുഡ് ആൾസോ ബി ഇൻട്രസ്റ്റഡ് ഇൻ ദ പൊസിഷൻ, യു ക്യാൻ ഫിൽ ഓർ കംപ്ലീറ്റ് യുവർ പ്രൊഫൈൽ ആൻഡ് സേവ് ഇറ്റ്, thus making it available to your requestation who may contact you in case there is a. അതായത് ഇവർ പറയുന്നത് നിങ്ങൾക്ക് പറ്റിയ യോജിച്ച ഒരു ഇതിനകത്തില്ലെങ്കിൽ, യോജിച്ച ഒരു വേക്കൻസി ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോഴത്തെ വേക്കൻസി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങൾ ഇവിടെ ഏതെങ്കിലും ഒരു വേക്കൻസിയിൽ ചെയ്യുക. നിങ്ങൾക്ക് തോന്നുന്ന ഒരു വേക്കൻസിയിൽ ചെയ്യുക. ആ വേക്കൻസി വരുമ്പോൾ ആദ്യമായിട്ട് അവർ നിങ്ങളെ വിളിക്കും എന്നാ പറയുന്നത്. അപ്പോഴത്തേക്ക് ഇത്രയും കാര്യങ്ങൾ പഠിച്ച് താഴോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ റിസ്യൂം ഇവിടെ അപ്ലോഡ് ചെയ്യണം.
ഇവിടെ കവർ ലെറ്റർ വേണം. കവറിംഗ് ലെറ്റർ ഞാൻ എൻ്റെ ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഇത് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കവറിംഗ് ലെറ്റർ ഉണ്ട്. അതൊരു ഡെമോയാണ്, ഒരു മാറ്ററാണ്. ആ മാറ്റർ നിങ്ങൾ ശരിയായിട്ട് കവറിംഗ് ലെറ്റർ ഉണ്ടാക്കി അയക്കാൻ ശ്രമിക്കുക. അഡീഷണൽ ഡോക്യുമെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കണം. അതുകൂടാതെ 10th ക്ലാസ് ഒറിജിനൽ പാസ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ദ യൂണിവേഴ്സിറ്റി ചെയ്ത ആ ഒരു 10th ക്ലാസിന്റെ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇവിടെ കൊടുക്കണം. 12th ക്ലാസ് ഒറിജിനൽ പാസ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 12th ക്ലാസിന്റെ കിട്ടിയത് നിങ്ങൾ ഇവിടെ അറ്റാച്ച് ചെയ്യണം. ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഇവിടെ അറ്റാച്ച് ചെയ്യണം. അപ്ലോഡ് ആധാർ കാർഡ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയത് ഇവിടെ ചെയ്യണം. പോലീസ് വെരിഫിക്കേഷൻ അത് വലിയ കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് പോലീസ് വെരിഫിക്കേഷൻ പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ പാസ്പോർട്ട് ഉള്ളവർക്കാണ് പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് അത് കിട്ടും. പിന്നെ റെസിഗ്നേഷൻ അബ്സിസ്റ്റൻസ് ലെറ്റർ, ഇത് നമ്മൾ ഇതിപ്പോൾ ജോലി കിട്ടിയിട്ടല്ലേ, അപ്പൊ ഇതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട. ഇവിടെ റിലീവിംഗ് ലെറ്റർ ആൻഡ് എക്സ്പീരിയൻസ് ലെറ്റർ ടു എംപ്ലോയേഴ്സ്, പഴയ രണ്ട് എംപ്ലോയറുടെ റിലീവിംഗ് ലെറ്റർ ആൻഡ് എക്സ്പീരിയൻസ് ലെറ്റർ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. എയർപോർട്ട് എൻട്രി പാസ് വേണം. നിങ്ങൾ എയർപോർട്ടിന്റെ സറണ്ടർ കോപ്പി ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചെയ്യാമോ, ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടുന്ന് ചെയ്യാനാണ്. അപ്പം പാൻ കാർഡ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം, ആധാർ കാർഡ് ചെയ്യണം, കറണ്ട് സർട്ടിഫിക്കേഷൻ ചെയ്യണം. ഇത്രയും ചെയ്ത് നിങ്ങൾ ഈ പ്രൊഫൈലോ ഇൻഫോർമേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞോണ്ട് നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. എഡ്യൂക്കേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ലാംഗ്വേജ് സ്കിൽ നിങ്ങൾ എന്തൊക്കെയാണെന്ന് കംപ്ലീറ്റ് ചെയ്യണം. റിലേറ്റീവ് വർക്കിംഗ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഇവിടെ എഴുതണം. ഇൻഡിഗോ കേഡറ്റ് പൈലറ്റ് പ്രോഗ്രാം ഇവാലുവേഷൻ ഹിസ്റ്ററി ചെയ്യണം. എയർക്രാഫ്റ്റ് ഡീറ്റെയിൽ ആൻഡ് ഫ്ലൈയിങ് എക്സ്പീരിയൻസ് അതർ ദാൻ, ഇതൊക്കെ നിങ്ങൾ നോക്കണം. ഇതൊക്കെ പൈലറ്റിനുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളെ ബാധിക്കുന്ന കാര്യം, നിങ്ങൾ അത് സെലക്ട് ചെയ്യുന്ന ജോബിൽ നിങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഡീറ്റെയിലോ ഫൈറ്റർ എക്സ്പീരിയൻസ്, ഫൈറ്റ് നിങ്ങൾ ഓടിച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. ഡീറ്റെയിൽ ഓഫ് പ്രൊഫഷണൽ പൈലറ്റ് ലൈസൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ജോബ് സ്പെസിഫിക് ഇൻഫോർമേഷൻ കൊടുക്കണം. പ്രൊഫൈൽ നിങ്ങൾ ഇത്രയും ചെയ്തിട്ട് വ്യൂ ചെയ്തിട്ട് നോക്കി എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ കറക്ഷൻ ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക്, എങ്കിലേ അത് നമുക്ക് സൂട്ടബിൾ ആകത്തുള്ളൂ. കാര്യങ്ങൾ നിങ്ങളുടെ ജോലിയുമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ, ഒരു പൈലറ്റിന് നിങ്ങൾ അപ്ലൈ ചെയ്തില്ലെങ്കിൽ പിന്നെ ഫ്ലൈറ്റർ ജോബ് സ്പെസിഫിക് ഇൻഫോർമേഷൻ ഡീറ്റെയിൽ ഓഫ് ദ പ്രൊഫഷണൽ പൈലറ്റ് ലൈസൻസ് ഒക്കെ നിങ്ങൾ ഇവിടുന്ന് കിട്ടും. അപ്പം ഇത് ഇവരുടെ ഒരു ഫോർമാറ്റ് ഇവർ തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മളെ ബാധിക്കുന്ന, നമ്മൾ എടുക്കുന്ന ആ ഒരു ജോബിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഇതിനകത്ത് ചെയ്താൽ മതി. നമ്മൾ ബയോഡാറ്റ കൊടുക്കുന്നുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇത്രയും കൊടുത്ത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ചോദിച്ച ഒരു കാറ്റഗറി അല്ലെങ്കിൽ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതോടുകൂടിയേ ഇതാകത്തുള്ളൂ. നിങ്ങൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓരോന്നോരോന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങൾ ചെയ്യണം. ഒളി ആപ്ലിക്കബിൾ ഫോർ എക്സ്പീരിയൻസ് പൈലറ്റ്, കണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒളി ആപ്ലിക്കബിൾ ഫോർ എക്സ്പീരിയൻസ് പൈലറ്റ് റിലേറ്റഡ് നോൺ റിലേറ്റഡ് മിലിറ്ററി പ്ലീസ് ഇസ്കോൺ ആഡ്. നിങ്ങളൊരു എക്സ്പീരിയൻസ് പൈലറ്റ് ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇത് ചെയ്താൽ മതി. റിലേറ്റീവ് വർക്കിംഗ് ഉണ്ടെങ്കിൽ അത് ഇവിടെ നിങ്ങൾ എഴുതണം. ഇത് ഒരുപാട് കോളം ഇവർ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അധികം കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത്. അപ്പം ഞാൻ എൻ്റെ വീഡിയോ തീരുമ്പോഴത്തേക്ക് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്യും. അതുകൂടാതെ നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അത് കണക്ക് തന്നെ നിങ്ങൾ ലൈക്കും ചെയ്യണം. ഓക്കെ, താങ്ക് യു. ബെസ്റ്റ് ഓഫ് ലക്ക്.